അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. നഷ്ടം. അതൊന്നും വേണ്ട, അവളെ വീട് വിട്ട് പോയാ മതി. ഇത് വെച്ചോ. ഈ പൊടി രാത്രി കിടക്കുന്നതിന് മുമ്പ് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ തകിട് കൊണ്ടുപോയി വാതിലിന് മുന്നിലായി നടുമുറ്റത്ത് കുഴിച്ചിടണം. ഇത് മറികടക്കുന്നതോടെ അവൾ ആ വീട് വിട്ട് പൊയ്ക്കോളും, എന്നേക്കുമായി. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരിക്കലും പിന്നെ അവള് മടങ്ങി വരില്ല. ദക്ഷിണ വെച്ചോളൂ. ദക്ഷിണ പീഠത്തിൽ വെച്ച് വെക്കോളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിയകൾ കഴിയുന്നവരെ നിങ്ങൾ പരസ്പരം തൊട്ടുരിയാടാൻ പാടില്ല. ചേച്ചി വേഗം വാ. ചേച്ചി ആരെങ്കിലും കണ്ടാലോ? ഉരിയാടാൻ പാടില്ല. രക്ഷപ്പെട്ടു, ആരും കണ്ടില്ല. എന്താ ഇവിടെ? എന്താ രണ്ടാളും കൂടെ നിന്ന് പരിങ്ങുന്ന്? ആര് പരിങ്ങി? നിങ്ങൾ എന്താ ഈ നേരത്തെ ഇവിടെ? അത് ഞങ്ങള് നിലാവ് കാണാൻ വന്നേ. അതെ, ഈ ഗർഭിണികൾ നിലാവ് കാണുന്നത് നല്ലതാണെന്നേ ഫോണിലൊരു സ്വാമിജിയുടെ പ്രഭാഷണം കേട്ടു. ഈ ഫോണിലെ സ്വാമിമാരെല്ലാരും കൂടെ മനുഷ്യനെ ഒരു വഴിക്കാക്കും. അല്ല, ഈ ഇടവപ്പാതിൽ എവിടെയാടി നിലാവ്? അത് പിന്നെ മുത്തശ്ശി നിലാവുണ്ടോ നോക്കാൻ പോയതാ, പക്ഷെ കണ്ടില്ല അല്ലേ? അതെ അതെ, കണ്ടില്ല. എന്നാ പിന്നെ തണുപ്പടിക്കാതെ പോകാൻ.
ചേച്ചി മുത്തശ്ശിക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് സംശയം? മോളിങ്ങനെ പേടിക്കാതെ. പേടിച്ച ഒന്നും നടക്കില്ല. ദേ, ഈ പൊടി പാലി കലക്കി അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും കുടിപ്പിക്കണം. എങ്ങനെ കുടിപ്പിക്കാനാ? ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മൾ കൊടുത്ത അവള് കുടിക്കുവോ? അത് നേരാ, പക്ഷേ കുടിപ്പിച്ചേ പറ്റൂ. എന്തായാലും കലക്കാം. എന്നിട്ട് മുത്തശ്ശി തന്നു വിട്ടാണെന്ന് കള്ളം പറഞ്ഞ് ഞാൻ തന്നെ കുടിപ്പിച്ചോളാം. എന്തേ? മോള് വാ. ചേച്ചി കുഴപ്പമാവോ? കുഴപ്പമാവണം, എന്നാലല്ലേ നമുക്ക് അവളെ ഇവിടെ ഓടിക്കാൻ പറ്റൂ. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? അത് ഞങ്ങൾ കുറച്ച് പാലുണ്ടാക്കുമായിരുന്നു. പാലോ? ആ, ഗർഭിണികൾക്ക് കുടിക്കാൻ. ഇങ്ങനെ തന്നെ നോക്കട്ടെ. ഇങ്ങോട്ട് തരാൻ. നിങ്ങൾ എന്താണ് ഇതിൽ ചേർത്തേക്കുന്നത്? അത് പിന്നെ മുത്തശ്ശി ബദാം പൗഡർ ഇട്ടതാ. ബദാമോ? അതെ മുത്തശ്ശി, എനിക്ക് കുടിക്കാൻ വേണ്ടി ഗോമതി ചേച്ചി ഉണ്ടാക്കി തന്നതാ. നിനക്ക് കുടിക്കാനോ? അതെ, ആമിമോൾക്ക് കുടിക്കാൻ ഞാൻ ഉണ്ടാക്കിയതാ. അതിന് ആമിമോള് മാത്രമല്ലല്ലോ ഇവിടുത്തെ ഗർഭിണി. പൂജ എന്താ ഇവിടുത്തെ അല്ലേ? ഗോമതി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലെ പന്തിയില് പക്ഷാഭേദം കാണിക്കരുതെന്ന്. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യലും വേണ്ട. എന്തുണ്ടാക്കിയാലും അത് തുല്യമായിട്ട് രണ്ടുപേർക്കും കൊടുക്കണമെന്ന്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഗർഭപരിചരണ ഭക്ഷണങ്ങള്. നീ ഒരു ഗ്ലാസ് കൂടെ ഇങ്ങോട്ട് എടുത്തേ. എന്നിട്ട് ഇതിൽ പകുതി പകർന്ന് അവക്ക് കൊണ്ട് കൊടുത്തേ. അല്ല, എന്തിനാ പാതിയാക്കുന്നേ? മുഴുവൻ കൊണ്ട് കൊടുത്തോ. എനിക്കൊന്നും വേണ്ട. നിക്കടി അവിടെ. നിനക്ക് വേണ്ടല്ലേ? വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. എന്ന് മുതലാണ് നീ ഇത്രയ്ക്ക് കുശുമ്പിയായത്? വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടോണ്ട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ഈ സമയത്ത് നീ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ നിന്റെ കുഞ്ഞിനെയും ബാധിക്കും. ബാധിച്ചോട്ടെ. എന്നാലും നീ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഈ പാല് കുടിച്ചിട്ട് എനിക്ക് നന്നാവണ്ട. ശരി, നീ കുടിക്കണ്ട. ഇത് മുഴുവൻ കുടിക്കാനുള്ള വിധിയെ അവക്കാ. ഞാനേ ഇത് അവൾക്ക് കൊണ്ടേ കൊടുത്തോളാം. നീ കൊതിച്ചിവിടെ നിന്നോ. കൊണ്ടേ കൊടുക്ക്.